പ്രഭാസ് വെജി വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നത് ഒരു ഇറ്റാലിയൻ ഡിഷ് ആയിട്ടാണ് കേട്ടോ. ഇറ്റാലിയൻ ബേക്ക്ഡ് പാസ്ത വെജിറ്റേറിയൻ വെർഷനിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രണ്ട് തരത്തിലുള്ള സോസുകൾ, ഒരു വൈറ്റ് സോസും റെഡ് സോസും. ഇതെല്ലാം എന്റെ വെർഷനിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു നമുക്ക് ഇന്ത്യൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ എല്ലാരും കണ്ടു നോക്കൂ. ബേക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇതേ സോസ് ഉപയോഗിച്ച് ബേക്ക് ചെയ്യാതെയും പാസ്ത ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബേക്ക്ഡ് പാസ്ത ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് റെഡ് സോസ് ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം. ഗാർലിക് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ടായാൽ മതി, ഗോൾഡൻ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് ഒരു 3 ചുവന്ന മുളകും 2 കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഈ കാശ്മീരി ചില്ലി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കളർ കിട്ടും സോസിന്. പിന്നെ നമ്മൾ ഇന്ത്യൻസിന് നല്ല എരിവ് വേണമല്ലോ, അതുകൊണ്ടാണ് 3 ചില്ലി ഇട്ടിരിക്കുന്നത്. കുറച്ച് എരിവുണ്ടാവും. ഒരു മീഡിയം സൈസ് ഒനിയൻ സ്ലൈസീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് ഒനിയന്റെ ആവശ്യമില്ല. ഇത് നല്ലൊരു തിക്നെസ്സും ടേസ്റ്റും ഈ സോസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ടൊമാറ്റോ ആണ് മെയിൻ ആയിട്ട് ആഡ് ചെയ്യുന്നത് നമ്മൾ ഇതില്. ഒരു 4 മീഡിയം സൈസ് ടൊമാറ്റോ കട്ട് ചെയ്തത്, ചെറുതായി ഒന്നല്ല കട്ട് ചെയ്തിരിക്കുന്നത്. അതിനെയും കൂടി ഈ എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് വഴറ്റി കിട്ടണം നമുക്ക്. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യണം. ഇനി ഇതിലേക്ക് ക്രീം ഒന്നും ആഡ് ചെയ്യാത്തോണ്ട് ഒരു 7 കാഷ്യൂനട്ടിന്റെ ഞാൻ ഇടുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് വേവിക്കാം. ഇതിപ്പോ എല്ലാം നന്നായി ഒന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഈ ഒനിയനും ടൊമാറ്റോ ഒക്കെ മുങ്ങുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനെ ഒന്ന് നമുക്കിനി ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതൊരു 5 മിനിറ്റോളം അടച്ചു വെക്കണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കണ്ടോ, എല്ലാം നന്നായി വെന്തിട്ട് ആ കാഷ്യൂനട്ടും ബാക്കിയുള്ളതും ഒക്കെ നല്ലവണ്ണം ആയിട്ടുണ്ട്. നമ്മുടെ മുളകും ഒക്കെ നന്നായി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് വെള്ളം വറ്റിയാൽ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പൊ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഒറിഗാനോ എടുത്തിട്ട് നമ്മൾ അതിനും കൂടി ഇടണം. ഒറിഗാനോ ഒന്ന് ജസ്റ്റ് ഏത് സ്പൈസസ് ഇടുകയാണെങ്കിലും കൈകൊണ്ടൊന്ന് ഞെരടിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പൊ നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക്. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് അരയ്ക്കാം. ഇത് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ വൈറ്റ് സോസ് ആണ് ഉണ്ടാക്കുന്നത്. വൈറ്റ് സോസിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നല്ലവണ്ണം വേണം കേട്ടോ, എന്നാലേ ഇത് നന്നാവുള്ളൂ. ബട്ടർ ഒരുപാട് ചൂടാവരുത്. അതിലേക്ക് ഒരു ടീസ്പൂൺ ഗാർലിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗാർലിക്കും ജസ്റ്റ് ഒന്ന് സോട്ടായാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ച് ഒനിയനാണ്. ഒരു ചെറിയൊരു ഒനിയൻ കട്ട് ചെയ്തത്. ഇത് ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. മൈദ കട്ട പിടിക്കാതിരിക്കാൻ ഇങ്ങനെ ഒനിയൻ ചേർത്തി കഴിഞ്ഞാൽ മൈദ കട്ട പിടിക്കാതെ നമ്മുടെ വൈറ്റ് സോസ് നല്ലൊരു ഫ്ലേവറിലും ടേസ്റ്റിലും കിട്ടും. ഇതിൽ കുറച്ചും കൂടി ബട്ടർ വേണമായിരുന്നു, ഞാൻ ഇട്ട് കൊടുത്തു. വൈറ്റ് സോസിന് പൊതുവെ നല്ലവണ്ണം ബട്ടർ വേണം കേട്ടോ, എന്നാലേ അതൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, മൈദ കുക്കാവുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മൈദയുടെ കളർ മാറുന്നവരെ ഇത് സോട്ട് ചെയ്യണം. യെല്ലോ കളറിലാവണം കേട്ടോ. വൈറ്റ് ഒന്ന് മാറിയിട്ട് ഇതിലിപ്പോ എണ്ണ കുറവാണ്, എനിക്ക് ബട്ടർ കുറവാണ്. ഞാൻ ബട്ടറിന് പകരം ഇപ്പൊ ആഡ് ചെയ്യുന്നത് ഒരു ടേബിൾ സ്പൂണോളം ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കരുത് കേട്ടോ. അപ്പൊ ഇതിനെ നമുക്ക് ബട്ടർ ഉള്ളവർക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, കളറൊക്കെ മാറി നല്ലവണ്ണം നല്ലൊരു ഫ്ലേവർ വരാൻ തുടങ്ങി ആ ബട്ടറിൽ സോട്ടായതിന്റെ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചായി പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 കപ്പ് പാല് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പക്ഷെ കുറച്ചായി ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഒന്നിച്ചൊഴിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കട്ട പിടിക്കും. കട്ട പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതൊന്ന് തണുത്തിട്ട് വേണം മിക്സിയിലിട്ട് അടിച്ച് എഗെയിൻ ഇരട്ടി പണിയാവും കേട്ടോ. ഇത് എഗെയിൻ കുക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇത് മെല്ലെ മെല്ലെ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ തന്നെ കുക്ക് ചെയ്യാം. ഈ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. മിക്സ് ആവുന്നവരെ നമുക്ക് ഇതിനെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൈ വിടാതെ മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞാന്. ഇത് തിളച്ച് തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ആഡ് ചെയ്യണം. ഒരു 1/2 കപ്പ് പാലും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോ കാണുമ്പോൾ ലിക്വിഡി ആണെങ്കിലും 2 മിനിറ്റ് കഴിഞ്ഞ് തിളച്ച് കഴിഞ്ഞാൽ ഇത് തിക്കാവും കേട്ടോ. മൈദ ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആ കൺസിസ്റ്റൻസി ആലോചിച്ചിട്ട് വേണം. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കേണ്ട സോസ് ആയതുകൊണ്ട്. 1/2 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതൊന്ന് തണുത്തിട്ട് വേണം മിക്സിയിലിട്ട് അടിച്ച് എഗെയിൻ ഇരട്ടി പണിയാവും കേട്ടോ. ഇത് എഗെയിൻ കുക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതിനെ നമുക്ക്
പഞ്ചസാരയും ഉപ്പും ഉണ്ടെങ്കിൽ നന്നാവുള്ളൂ. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചില്ലി ഫ്ലേക്സിന്റെ ആവശ്യമില്ല, കാരണം നമ്മുടെ റെഡ് സോസിൽ നല്ലൊരു എരിവിലാണല്ലോ വരുന്നത്. അപ്പൊ ഇതൊരു മൈൽഡ് ആയിട്ടുള്ള ടേസ്റ്റ്. അപ്പൊ ഇത് രണ്ടും കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാറാവണം. നല്ലവണ്ണം ഒന്ന് തിളച്ച് ഒന്ന് കുറുകിയാൽ നമുക്ക് ഓഫ് ചെയ്യാം. കണ്ടോ, ഇതാണ് നമ്മുടെ ഇതിന്റെ കൺസിസ്റ്റൻസി. ഞാൻ ഇത് ഓഫ് ചെയ്യാണ് കേട്ടോ. ഓഫ് ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റാം. വെജിറ്റബിൾ സോട്ട് ചെയ്യാനായിട്ട് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒട്ടും തന്നെ ഇതിൽ ഉപയോഗിക്കരുത്. ഒരു 1/2 കപ്പ് ഞാൻ ഒനിയൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു സ്മോൾ ഒനിയൻ ആയാലും മതി കേട്ടോ. ഈ ഒനിയൻ ഒരു ഷാർപ്പ് ടേസ്റ്റ് ഉള്ളതാണ്, അതുകൊണ്ടാണ് ഒന്ന് സോട്ട് ചെയ്യുന്നത്. പച്ച ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇടാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് സോട്ട് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സോട്ട് ആയാൽ മതി കേട്ടോ. ഇനി അതിലേക്ക് 1 കപ്പ് ബ്രൊക്കോളിയാണ് ഇടുന്നത്. മഷ്റൂം വേണ്ടവർക്ക് മഷ്റൂമും ഇട്ട് കൊടുക്കാം. ഞാൻ ബ്രൊക്കോളിയും ബാക്കി ക്യാപ്സിക്കംസും ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഹാഫ് ബോയിൽഡ് ആവേണ്ട ആവശ്യമേ ഉള്ളൂ. ഫുള്ളായിട്ട് കുക്ക് ആവരുത് ഒരിക്കലും. ഇതൊന്ന് 2 മിനിറ്റ് അടച്ചു വെക്കാൻ പോവാണ്. ഒരു 5 മിനിറ്റ്. ഒരു 5 മിനിറ്റ് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇപ്പൊ നന്നായി ഒന്ന് കുക്കായിട്ടുണ്ട്. ഒരുപാട് കുക്കായിട്ടില്ല, നല്ലൊരു ക്രഞ്ചിനെസ്സോട് കൂടിയാണ് കുക്കായിരിക്കുന്നത്. ഈ നമുക്ക് കളേർഡ് ക്യാപ്സിക്കംസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഗ്രീനും യെല്ലോവും റെഡും ആണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇതിനൊന്നും പ്രത്യേകിച്ച് ക്വാണ്ടിറ്റീസ് ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ക്യാപ്സിക്കംസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 1/2 ടീസ്പൂൺ ഞാൻ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് സോട്ട് ചെയ്യാം. ഒനിയനിലുള്ള ലേശം വെള്ളമുള്ളത് പോവാൻ വേണ്ടിയിട്ട് കുറച്ച് ഹൈ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് ഒറിഗാനോയും കൂടി, നല്ലവണ്ണം ഞാൻ ഒറിഗാനോ ഇടുന്നുണ്ട്. 3ലും നമ്മൾ ഒറിഗാനോ ഇടണം കേട്ടോ. അപ്പോഴേ നമുക്ക് അതില് നല്ല ഈ ബേക്ക് ചെയ്യുമ്പോഴും ബാക്കിയുള്ളതിലും നല്ലൊരു ഫ്ലേവർ പിടിക്കുള്ളൂ. അപ്പോൾ സോട്ട് ചെയ്യുന്ന വെജിറ്റബിൾസിലും സോസിലും ഒക്കെ നമ്മൾ നല്ലവണ്ണം ഒറിഗാനോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 2 സെക്കൻഡ് ആക്കിയിട്ട് ഓഫ് ചെയ്യാം. ഇത് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ളത് സെറ്റ് ചെയ്യാം. അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, ഞാൻ ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത്. എല്ലാ സ്ഥലത്തും ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നു മാത്രം കേട്ടോ. എല്ലാവരുടെയും ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി വൈറ്റ് സോസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലവണ്ണം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച്. ഇത് വൈറ്റ് സോസിലും റെഡ് സോസിലും കൂടി കുക്കായി ചീസും ഒക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ആണ്. നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ്, ഹെവി ആയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ അത്. ഇനി നമുക്ക് ഇതിപ്പോ വൈറ്റ് സോസ് ഇട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പാസ്ത ഇട്ട് കൊടുക്കാം. പെനി പാസ്തയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പാസ്ത എപ്പോഴും നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വെള്ളം കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓയിൽ ഡ്രിസിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് വെച്ചാൽ ഇങ്ങനെ കട്ട പിടിക്കാതെ കിട്ടും. ഇല്ല എങ്കിൽ കട്ട പിടിക്കും. ഇപ്പൊ അത് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഇതൊരു ലെയർ ചെയ്യുന്ന പോലെയാണ് കേട്ടോ ഇടുന്നത്. അപ്പൊ നമ്മൾ എവിടുന്ന് കഴിക്കുകയാണെങ്കിലും വെജിറ്റബിൾസും പാസ്തയൊക്കെ ഒരുപോലെ കിട്ടുന്ന വിധത്തിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി കുറച്ച് ഒലീവ്സ് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇത് ഇത്തിരി പിക്കിൾഡ് ഒലീവ്സ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഞാൻ അതാണ് കുറച്ചിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് റെഡ് സോസ് ഇട്ട് കൊടുക്കാം. റെഡ് സോസ് ആണെങ്കിലും ഒക്കെ സൈഡിലൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ സൈഡിലൂടെ അങ്ങനെ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതാണ് കൺസിസ്റ്റൻസി. ഞാൻ അധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ പക്ഷെ അവസാനത്തെ ലെയറിൽ ഒഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കും. ഞാൻ സൈഡിലൂടെയും ഇതിലും നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തും ആവുന്ന പോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. മൊസറല്ല ചീസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം നമുക്ക്. ഈ സോസ് ഉപയോഗിച്ചിട്ട് ബേക്ക് ചെയ്യാതെയും നിങ്ങൾക്ക് നോർമലായിട്ട് പാസ്ത ഉണ്ടാക്കാം. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് വൈറ്റ് സോസ് അവിടെയും ഇവിടെയുമായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എഗെയിൻ നമ്മൾ പാസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ പാത്രം കുറച്ച് ഹൈറ്റ് ഉള്ള പാത്രം ആയതുകൊണ്ട് ഞാൻ ഡബിൾ ആയിട്ട് ലെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് പാത്രത്തിന്റെ ഹൈറ്റ് കുറവാണെങ്കിൽ സിംഗിൾ ലെയർ ചെയ്യാവും ചെയ്യാം. എഗെയിൻ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോ വെജിറ്റബിൾസും ചീസും എല്ലാം കൂടിയിട്ട് നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ. കുറച്ച് എഗെയിൻ റെഡ് സോസ് ഇനി ഒഴിക്കുമ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ലേശം വെള്ളം ഒഴിച്ചിട്ട് എല്ലാവിടെയും ആവുന്ന പോലെ സ്പ്രെഡ് ചെയ്തിട്ട് എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റെഡ് സോസ് ആയിരിക്കും എല്ലായിടത്തും ഞാൻ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് വൈറ്റ് സോസും അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. അവിടെയും ഇവിടെയായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കേട്ടോ.
ഈവൻ ആയിട്ടല്ല ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവൻ ഇട്ടിട്ടില്ല, പിന്നെ ഒലീവ്സും കൂടി കുറച്ചിട്ട് കൊടുക്കാം നമുക്ക്, എല്ലാ സ്ഥലത്തും ആവുന്ന പോലെ. ഒലീവ്സ് നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഇതിന്. ഇനി നമുക്ക് എഗെയിൻ നല്ലവണ്ണം ചീസ് ഇട്ട് കൊടുക്കാം. ചീസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയിടാട്ടോ. ചീസ് എത്രയാവുന്നോ അത്രയും ടേസ്റ്റ് കൂടും. ഞാൻ അങ്ങനെ ഒരുപാട് ഇട്ടിട്ടില്ല, എല്ലാവരുടെയും ആവുന്ന പോലെ ജസ്റ്റ് ഇട്ടു. ഇനി നമുക്ക് കുറച്ച് ഒറിഗാനോയും കൂടി ജസ്റ്റ് ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം. ഞാനൊരു 20 മിനിറ്റ് മുമ്പ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഓവൻ 240 ഡിഗ്രിയിൽ. ഇനി നമുക്കിത് ബേക്ക് ചെയ്ത് വരാം. അപ്പൊ ഇതാ 20 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനാണ്, 240 ഡിഗ്രിയിലാണ് വെക്കുന്നത്. ഒരു 25 to 30 മിനിറ്റ്സ് വെക്കണം. നിങ്ങളുടെ ഓവൻ അനുസരിച്ച് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. ഏറ്റവും താഴത്തെ ട്രേയില്ല, അതിന് ജസ്റ്റ് അബൌട്ട് ട്രേയിലാണ് വെച്ചത്. ഇതൊരു 25 മിനിറ്റ് ആകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഏകദേശം കുക്കായിട്ടുണ്ട്. കണ്ടോ, സൈഡൊക്കെ നല്ലവണ്ണം കുക്കായി മെൽട്ടായി തുടങ്ങി. ഒരു എടുക്കാറായിട്ട് ഒരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എടുക്കാറായിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ചീസൊക്കെ നല്ലവണ്ണം മെൽട്ടായി, ആ സോസ് ഒക്കെ നല്ലവണ്ണം വെന്ത് മുകളിലേക്ക് വരാൻ തുടങ്ങി, ഒഴുകാൻ തുടങ്ങിയിട്ട് എനിക്ക് ഹൈറ്റ് ഇത്ര ഉള്ളത് കൊണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് സെർവ് ചെയ്യാൻ തുടങ്ങാം. നല്ല എപ്പോഴും ബേക്ക്ഡ് പാസ്ത നല്ല ചൂടോടുകൂടി കഴിക്കണം കേട്ടോ, അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ്. ആ ചീസും ഇതും കൂടി നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇതാ നമുക്കിതിനെ ഒന്ന് സെർവ് ചെയ്യാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് എടുത്തു നോക്കാം. എങ്ങനെയുണ്ട്, നമ്മുടെ ചീസൊക്കെ മെൽട്ടായിട്ടുണ്ടോ, എങ്ങനെയാണെന്ന് നോക്കാം. വാവ്, കണ്ടോ, ചീസൊക്കെ മെൽട്ടായി, കാണുമ്പോ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.